الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء، إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളുമായ അടിയാറുകൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്തു വെച്ച മഹനീയമായ ജന്നാത്തിൽ, സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കക്ഷിത്വങ്ങളും ഭിന്നിപ്പുകളും ലോകത്തുണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലും അതുണ്ടാകുമെന്ന പ്രവാചകന്റെ പ്രവചനങ്ങളും മറ്റുമൊക്കെയാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട്, ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിനകത്തളങ്ങളിലേക്ക് ഇത്തരം ഭിന്നിപ്പുകൾ, കക്ഷിത്വങ്ങൾ കടന്നു വരുമ്പോൾ ഒരു വേള നമ്മളൊക്കെ ഒന്ന് പതറിപ്പോകുന്നത് സ്വാഭാവികമാണ്. കാരണം അതിനൊരു അനിസ്ലാമികതയുടെ രൂപവും ഭാവവുമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ
വിശ്വാസികളായ ആളുകൾ, തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ഒരു വേള പതറിപ്പോകുന്ന ഒരു മേഖലയാണ് ഇസ്ലാമിന്റെ വേഷഭൂഷാദികളോടുകൂടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന കക്ഷിത്വങ്ങൾ, ഭിന്നിപ്പുകൾ. ദിക്റിന്റെ രൂപമണിഞ്ഞ്, സ്വലാത്തിന്റെ രൂപമണിഞ്ഞ്, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പേരു പറഞ്ഞ്, ഖുർആനിന്റെ വചനങ്ങൾ ഉദ്ധരിച്ച്, പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിച്ച്, ഇതൊക്കെ നല്ലതല്ലേ? ഇത് ദിക്റല്ലേ? ഇത് സ്വലാത്തല്ലേ? ഇത് നോമ്പല്ലേ? ഇത് ഇസ്ലാമല്ലേ? ഇതിനെന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നിടത്താണ് പിശാചിന്റെ അത്തരം ഫിത്നകളിൽ ഭൂരിഭാഗം മനുഷ്യരും ചെന്നുപെടുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കഴിഞ്ഞ ഖുതുബയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇത്തരം അപജയങ്ങളും അപകടങ്ങളും ഫിത്നകളും ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താവണം? എങ്ങനെയാണ് നമുക്കവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? എങ്ങനെയാണ് ശരിയായ മാർഗം വിവച്ഛേദിച്ചറിയുവാനുള്ള കഴിവ് എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുക? ഈ ഭിന്നിപ്പിന്റെ കക്ഷികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തു മാർഗമാണുള്ളത്? ഈ മാർഗത്തെക്കുറിച്ച് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും വേണമെന്നുള്ളത് സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമായ കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ, നമ്മൾ കഴിഞ്ഞ ഖുതുബയിലും മനസ്സിലാക്കിയ വചനമാണ് സൂറത്തു അൻആമിലെ 153-ാമത്തെ വചനം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ നേരായ മാർഗം. സിറാത്തുൽ മുസ്തഖീം ഇതാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്നു, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ, ഇതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, വേറെ ഒരുപാട് മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായേക്കാം, ഒരുപാട് വഴികൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായേക്കാം. എല്ലാത്തിനും മുസ്ലിമിന്റെ പേരുണ്ടാകും, പലതിനും ഇസ്ലാമിന്റെ പേരുണ്ടാകും, പലതിനും അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങൾ ഉദ്ധരിക്കും, പലതിനും ഇതിനെന്താണ് കുഴപ്പമെന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടെ നിങ്ങൾ തിരിച്ചറിയണം, അത്തരം മാർഗങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്തു വെച്ചാൽ അല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയും. അതായിരിക്കും അത്തരം മാർഗങ്ങളിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചാലുള്ള അതിന്റെ പരിണിത ഫലം അതായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ഭിന്നിപ്പിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, ഭിന്നിപ്പിന്റെ കൂടെ കൂടുന്ന ആളുകൾ, ഭിന്നിപ്പിന് സഹായങ്ങൾ നൽകുന്ന ആളുകൾ, ഞാൻ ആമുഖമായി ഓതി വെച്ചത് സൂറത്തു അൻആമിലെ തന്നെ 159-ാമത്തെ വചനമാണ്. അള്ളാഹു എത്രമേൽ ഗൗരവത്തോടുകൂടെയാണ് ആ വിഷയത്തെ നോക്കിക്കാണുന്നത് നോക്കൂ. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയാ ലസ്ത മിൻഹും ഫീ ശൈഇൻ ഇന്നമാ അംറുഹും ഇലല്ലാഹ് സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ. തീർച്ചയായിട്ടും ഇന്നല്ലദീന ഫറഖൂ ദീനഹും, ദീനിൽ കക്ഷിത്വമുണ്ടാക്കുന്ന ആളുകൾ, ദീനിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകൾ, വ്യത്യസ്ത ആശയധാരയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വകാനൂ ശിയാ, അവർ കക്ഷികളായി തീർന്നിട്ടുണ്ട്. അവരെ കുറിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ, ലസ്ത മിൻഹും ഫീ ശൈഇ, താങ്കൾക്ക് അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല നബിയെ. നോക്കൂ, അള്ളാഹു പ്രവാചകനോട് പറയുന്ന വർത്തമാനം, പ്രവാചകന്റെ പേര്, നബിന്റെ പേര് കേൾക്കുമ്പോൾ വലിയ സ്വലാത്ത് ചെല്ലുന്ന ആളുകളായിരിക്കും, നബിന്റെ പേരിൽ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അള്ളാഹു പ്രവാചകനോട് പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തെ അവലംബിക്കാതെ അള്ളാഹുവും പ്രവാചകന്മാരും അന്ത്യപ്രവാചകൻ വരെ കടന്നു വന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയ ആദർശങ്ങളെ മുഖവിലക്കെടുക്കാതെ തന്റെ ത്വാന്തോന്നിത്വങ്ങൾക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് അത്തരം ആശയങ്ങളെ പിറകെ പോകുന്ന ആളുകൾ, അവർ ശിയകളായി വ്യത്യസ്ത കക്ഷികളായി ഭിന്നിച്ചിട്ടുണ്ട് പ്രവാചകരെ. എങ്കിൽ ലസ്ത മിൻഹും ഫീ ശൈഇ, അവരുമായി താങ്കൾക്ക് ഒരു ബന്ധവുമില്ല പ്രവാചകരെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നമാ അംറുഹും ഇലല്ലാഹ്,
തീർച്ചയായിട്ടും അവരുടെ കാര്യം അല്ലാഹുവിലേക്കാണ്, അവരുടെ വിഷയം അല്ലാഹുവിലാണ് പ്രവാചകരെ, അവരുടെ കാര്യം അല്ലാഹുവിലേക്ക് വിടണം നബിയേ. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫഅലൂൻ. അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് പാരത്രിക ലോകത്ത് വെച്ച് അല്ലാഹ് അവർക്ക് അറിയിച്ചു കൊടുക്കും. സുമ്മ യുനബ്ബിഉഹും, അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കും, അള്ളാഹ് അവർക്ക് അറിയിച്ചു കൊടുക്കും. അവർ ചെയ്ത ദുരന്തങ്ങളെ കുറിച്ച്, അപകടങ്ങളെ കുറിച്ച്, ഗൗരവമേറിയ തിന്മകളെ കുറിച്ച് അള്ളാഹു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും നബിയേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹ് പറയുന്നു. അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. ഈ ഭിന്നിപ്പ്, കക്ഷിത്വം, അതിന്റെ പിറകെ കൂടാ നമ്മളെ കൂട്ടർ ഇവിടെ ഉള്ളത്, നമ്മളെ കുടുംബക്കാർ ഇവിടെ ഉള്ളത്, നമ്മൾ ബഹുമാനിക്കുന്ന ടീം, നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പണ്ഡിതന്മാർ, ആ കൂടക്കൂടികളുണ്ടല്ലോ, അതുപോലും അപകടകരമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഭിന്നിപ്പിന്റെ കക്ഷികളോട് വിളിച്ചു പറയാനും പ്രഖ്യാപിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിലെ തന്നെ 160 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞത് എന്താ? ഖുൽ നബിയേ, അങ്ങ് അവരോട് പ്രഖ്യാപിക്കണം, ഇന്നനി ഹദാനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ. എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. എങ്ങോട്ടാണ് ഹിദായത്ത് നൽകിയത്? ഇലാ സിറാത്തിൻ മുസ്തഖീം. നമ്മളൊക്കെ ഒരു ദിവസം 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കുന്ന, നമ്മൾ തേടുന്ന സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവാചകന് അല്ലാഹ് കൊടുത്തിട്ടുണ്ട് മാർഗദർശനം. ഇത് പറഞ്ഞു കൊടുക്കണം നബിയെ, ഇത് ആളുകളോട് നിങ്ങൾ പ്രഖ്യാപിക്കണം. ഏതാണ് ആ മാർഗം? ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഋജുമാനസ്കനായ, വക്രതയില്ലാതെ ശുദ്ധ തൗഹീദിന്റെ അചഞ്ചലമായി അടിയുറച്ച് ജീവിച്ചു മരിച്ചുപോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ മാർഗമുണ്ടല്ലോ, അതിലേക്ക് എനിക്കും അല്ലാഹു മാർഗദർശനം തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി ആരാണ്? വമാ കാന മിനൽ മുശ്രികീൻ. അദ്ദേഹം ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ആ ശുദ്ധമായ തൗഹീദ്, അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ കലർപ്പില്ലാത്ത തൗഹീദ്, അതാണ് സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് തീർന്നില്ല, വീണ്ടും അല്ലാഹു പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുക്കുക, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരവും എന്റെ ഇബാദത്തുകളും എന്റെ ആരാധനകൾ അഖിലവും എന്റെ ജീവിതവും വമമാതി എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ സർവ്വതും സമർപ്പിച്ചിട്ടുള്ളത്. അങ്ങിത് പ്രഖ്യാപിക്കണം. കക്ഷിത്വങ്ങൾ ഉടലെടുക്കുമ്പോ, ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോ അവരുടെ മുഖത്ത് നോക്കി അങ്ങ് പ്രഖ്യാപിക്കേണ്ട വചനമാണിത്. ലാ ശരീക ലഹ്, ആ റബ്ബിന് ഒരു തരത്തിലുള്ള പങ്കുകാരുമില്ല, അവനൊരു കൂറുകാരുമില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, ഒന്നാമത്തെ മുസ്ലിമായി ഞാൻ മാറാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സർവ്വതും റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങുന്ന ഒരു യഥാർത്ഥ മുസ്ലിമാവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തീർന്നില്ല പ്രവാചകരെ, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, അത്തരം ഭിന്നതകളും കക്ഷിത്വങ്ങളും ഉടലെടുക്കുന്ന ആളുകളോട് അങ്ങൊരു ചോദ്യം കൂടെ ചോദിക്കണം. ഖുൽ അവൈറല്ലാഹി അബ്ഗീ റബ്ബാ, അല്ലാഹുവല്ലാത്ത ഒരു റബ്ബിനെ ഞാൻ അന്വേഷിക്കുകയോ, ഞാനൊരു റബ്ബിനെ തേടുകയോ? വഹുവ റബ്ബു കുല്ലി ശൈ, അവനാണ് എല്ലാത്തിന്റെയും ഖാലിഖായവൻ, അവനാണ് എല്ലാത്തിന്റെയും സൃഷ്ടാവായവൻ, അവനാണ് എല്ലാത്തിന്റെയും റബ്ബായവൻ. അങ്ങനെ ഇരിക്കുമ്പോ, ആ ഒരു റബ്ബ് എനിക്കുണ്ടാകുമ്പോ വേറൊരു റബ്ബിനെ ഞാൻ തേടുകയോ, വേറൊരു അല്ലാഹുവിനെ ഞാൻ തേടി? ഈ ശുദ്ധമായ തൗഹീദാണ് യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം. ഇതിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരാണ്
സന്മാർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവർ. ഇതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഫയുനബ്ബിഉകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾ ഭിന്നാഭിപ്രായക്കാരാകുന്ന വിഷയത്തിൽ പരലോകത്ത് വെച്ച് അല്ലാഹു വ്യക്തമായ വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, അടിയുറച്ചു നിൽക്കുക, തൗഹീദിലാവണം. പ്രവാചകന് മാർഗദർശനം നൽകപ്പെട്ടത്, നമുക്ക് മാർഗദർശനം നൽകപ്പെട്ടത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകൾ ഈ ഹിദായത്തിന്റെ ആളുകളാണ്, ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകളാണ്, ഈ തൗഹീദിന്റെ ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാന്റെ 103-ാമത്തെ വചനത്തിൽ ഒന്നുകൂടെ പറഞ്ഞു, വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ കയറിൽ, അല്ലാഹുവിന്റെ പാർശ്വത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. ഭിന്നിക്കുക എന്നുള്ളത് പ്രവാചകന്റെ പ്രവചനമാണ്, അത് സംഭവിക്കും. പക്ഷെ നിങ്ങളിൽ അതില്ലാതിരിക്കാൻ, ആ ഭിന്നിപ്പിൽ നിന്ന്, കക്ഷിത്വത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം? നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ പാർശ്വത്തിലാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹ് പഠിപ്പിച്ച മാർഗം, അള്ളാഹുവിന്റെ പാർശ്വത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. എങ്കിൽ വഴി പേച്ചു പോകൂല. ഇതല്ലാതെ വേറെ മാർഗമില്ല. നോക്കൂ, അല്ലാഹു സൂറത്തു ആൽ ഇംറാന്റെ 101-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാതുല്ലാഹി വഫീകും റസൂലു. നിങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകനില്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നില്ലേ, എന്നിട്ടും വകൈഫ തക്ഫുറൂൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് അവിശ്വാസത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്? അല്ലാഹുവിന്റെ ആയത്തുകൾ നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെടുന്നില്ലേ? വഫീകും റസൂലു, നിങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകനില്ലേ? എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിനെ ആരാണോ മുറുകെ പിടിക്കുന്നത്, ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവർക്കാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് കിട്ടുന്നത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ, ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. അള്ളാഹുവിന്റെ പാർശ്വത്വം മുറുകെ പിടിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക, സിറാത്തുൽ മുസ്തഖീം. നോക്കൂ, ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട 3 ഗുണങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച് കാണിച്ചു തന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യർദാ ലക്കും സലാതൻ വയക്റഹു ലക്കും സലാത. അല്ലാഹു നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും 3 കാര്യങ്ങൾ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വയർദാ ലക്കും അൻ തഅബുദുഹു വലാ തുശ്രികൂ ബിഹി ശൈആ. ഒന്നാമത്തേത് എന്താണ്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേതോ തഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച കാര്യം, അള്ളാഹുവിന്റെ പാർശ്വത്വം നിങ്ങൾ മുറുകെ പിടിക്കുക, അതിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്. ഇതൊരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ട അനിവാര്യമായ ഗുണമാണ്. എന്നിട്ടോ വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിക്കരുത്. നിങ്ങൾ വിശ്വാസി ഭിന്നിക്കാൻ പാടില്ല. ഈ പാർശ്വത്തിൽ മുറുകെ പിടിച്ചിട്ടാണ് നമ്മൾ ഐക്യം ഉണ്ടാക്കേണ്ടത്. എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഐക്യമല്ല, അള്ളാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയക്റഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഖീല വഖാൽ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഖീലകാലകൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ആയത്തുണ്ട്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഇന്ന കിതാബിലില്ലേ? അല്ല, ആയത്തുണ്ട്. ആയത്തുണ്ടായാൽ എന്താ? ഇന്ന ഹോജ പറഞ്ഞിട്ടില്ലേ? ഇന്ന പണ്ഡിതന്റെ ഉദ്ധരണിയില്ലേ? ഇന്ന ശൈഖ് പറഞ്ഞിട്ടില്ലേ? ഖീലവഖാലകളുടെ പിറകെ പോവുക. ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോ, പ്രവാചകന്റെ ഹദീസുകൾ പാരായണം ചെയ്യപ്പെട്ടാലും അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സില്ല. അത് ഖീലകാലകൾക്ക് റസൂലുള്ളാഹി പറയാണത്, യക്റഹു ലക്കും ഖീല വഖാൽ. ഖീലകാലകളുടെ ഇന്ന ആള് പറഞ്ഞിട്ടില്ലേ, അവിടെ പറയപ്പെട്ടിട്ടില്ലേ, ഇന്ന കിതാബിലില്ലേ, ഇന്ന ഹോജ പറഞ്ഞിട്ടില്ലേ, ഇന്ന ശൈഖിന്റെ അടുത്തില്ലേ, ഇന്ന ആളുകളുടെ ഇടയിലില്ലേ, അതിന്റെ പുറകെ ആയത്തുകളിൽ. അതാണ് ഹബിലുല്ലാഹ്. നുക്കു വകസറത്തു സുആൽ വഇദാഅത്തുൽ മാൽ. നുക്കു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറയുമ്പോൾ എന്താണ് ഈ ഹബിലുല്ലാഹ്?
അള്ളാഹുവിന്റെ ഹബിലിൽ പാർശ്വത്തിൽ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞില്ലേ? അതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകരുത്, എന്നാൽ നിങ്ങൾക്ക് ഐക്യമുണ്ടാകും, നിങ്ങൾ ഭിന്നിച്ചു പോകില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്താണ് ഈ ഹബിലുവ? എങ്ങനെ കിട്ടും? ഭിന്നിപ്പുകളും കക്ഷിത്വങ്ങളും ഉണ്ടാകുമ്പോ നമുക്കൊന്നിക്കാനുള്ള മാർഗം എന്ത്? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ തിരിച്ചറിയണം. ഇതൊരു കക്ഷിത്വത്തിന്റെയോ ഏതെങ്കിലും ഒരു സംഘടനയോ ആശയമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഈദ് ഇബ്നുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, നമ്മുടെ വീടകങ്ങളിലുള്ള, നമ്മുടെ ഷെൽഫുകളിലുള്ള, നമ്മുടെ കൈകളിലുള്ള, നമ്മുടെ മൊബൈലുകളിലുള്ള ഖുർആൻ, അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കിതാബുല്ലാഹ് ഹുവ ഹബ്ലുല്ലാഹിൽ മംദൂദു മിനസ് സമാഇ ഇലൽ അർദ്. അതാണ് അല്ലാഹുവിന്റെ പാർശ്വം. അല്ലാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കാൻ അല്ലാഹു പറഞ്ഞില്ലേ, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. മുസ്ലിമീങ്ങളെ ഏതെങ്കിലും സംഘടനകൾ വിളിച്ചിട്ടല്ല ഖുർആൻ പഠിക്കാൻ പറഞ്ഞത്, ഖുർആനിന്റെ ആദർശം ഉൾക്കൊള്ളാൻ പറഞ്ഞത്, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അത് ഏതെങ്കിലും ഒരു ടീമിന്റെ അല്ല. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. മുസ്ലിമീങ്ങളെ, നിങ്ങൾ മുഴുവനും ഇതനുസരിച്ചിട്ട് വേണം, ഇത് മുറുകെ പിടിക്കണം. റസൂലുള്ള പറയാണ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥമാണ് ഹുവ ഹബ്ലുല്ലാഹ്, അതാണ് അല്ലാഹുവിന്റെ പാർശ്വം. അൽ മംദൂദു മിനസ് സമാ, അത് ആകാശത്ത് നിന്ന് നീട്ടിയിട്ടപ്പെട്ടതാണ്, ഇലൽ അർദ്, ഭൂമിയിലേക്ക്, മനുഷ്യരാശിയുടെ ഇടയിലേക്ക് അള്ളാഹ് നീട്ടിയിട്ട് തന്ന പാർശ്വമാണ്, അവന്റെ പാർശ്വമാണ്, അവന്റെ കയറാണിത്. അതിൽ പിടിച്ച് കയറിക്കൊള്ളണം നമ്മൾ. അതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൽ മുറുകെ പിടിക്കണം. അത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെടേണ്ടത്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഇന്നഹാദൽ ഖുർആന ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ. ഇതാണ് ഏറ്റവും ഉറപ്പുള്ള അള്ളാഹുവിന്റെ കയറ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനിനെയാണ്. ഇന്നഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെയാണ് അല്ലാഹു ഹബ്ലുല്ലാഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി വിശേഷിപ്പിച്ചിട്ടുള്ളത് വഹുവൻ നൂറുൽ മുബീൻ. ഇതിലാണ് വ്യക്തമായ, ഏറ്റവും സുന്ദരമായ പ്രകാശം കാണിക്കുന്ന ഗ്രന്ഥം ഇതാണ്. വഹുവ ശിഫാഉൻ നാഫിഅ, ഉപകാരപ്രദമായ മൻഫഅത്തുള്ള, ശമനമുള്ളതും ഇതിൽ തന്നെയാണ്. പ്രശ്നങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, മാനസികമായ അസ്വസ്ഥതകളുണ്ടോ, എല്ലാത്തിനും ശമനമുള്ളതും ഖുർആനിലാണ്. ഇസ്മത്തുൽ ലിമൻ തമസ്സക ബിഹി, ഇത് പിടിച്ചവന്, ഇത് മുറുകെ പിടിച്ചവന് അത് സുരക്ഷയാണ്. ഇത് മുറുകെ പിടിച്ചിട്ട് പിന്നെ പരാജയപ്പെട്ടു പോകുന്നു, ഭയപ്പെടേണ്ട. ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ട്, ഒരായത്തനുസരിച്ച് ജീവിച്ചിട്ട് തെറ്റിപ്പോകുന്നു, പിഴച്ചു പോകുന്നു വിചാരിക്കേണ്ടതില്ല. ആ ഖുർആൻ മുറുകെ പിടിച്ചാൽ അത് സുരക്ഷയാണ് അവന്. ആ ഖുർആനിനെ ഫോളോ ചെയ്തവൻ. നോക്കൂ, റസൂലുള്ളാഹി പറയണതൊക്കെ ഇത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഉദ്ധരണിയല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ ആശയങ്ങളല്ല. ഖുർആനിനെ ഫോളോ ചെയ്തവൻ, ഖുർആൻ അനുസരിച്ച് ജീവിച്ചവൻ, ഖുർആനിനെ ഇത്തിബാ ചെയ്തവന് അവന് നജാത്തുണ്ട്, അവന് സ്വർഗമുണ്ട്, അവന് സുരക്ഷയുണ്ട്, അവന് പാരത്രിക ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പിഴച്ചു പോവാതിരിക്കാൻ, സ്വർഗം ലഭിക്കണമെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. മഹാനായ ശുറൈഫുൽ ഉസ്സാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂലുള്ളാഹി ഞങ്ങളിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അബ്ശിറൂ അബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി ഇങ്ങനെ എന്നിട്ട് ചോദിക്കുകയാണ്, അലൈസ തശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല സഹാബത്തെ, നിങ്ങൾ അല്ലാഹു അല്ലാതെ ഒരാളും ആരാധനയ്ക്ക് അർഹനില്ല എന്ന് സാക്ഷ്യം വഹിച്ചവരല്ലേ? റസൂലുള്ളാഹിന്റെ ചോദ്യമാണ്. നിങ്ങൾ സന്തോഷിക്കൂ. എന്തേ കാരണം? അലൈസ തശ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചവരല്ലേ നിങ്ങൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടവരല്ലേ നിങ്ങൾ? വഅന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ലേ? സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കാൻ, ഖാലൂ നഅം,
ഖാലൂ നഅം, അവര് പറഞ്ഞു അതേ പ്രവാചകരെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചവരാണല്ലോ. ഖാല, എന്നിട്ട് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു ഫഇന്ന ഹാദൽ ഖുർആൻ, എന്നാൽ സാക്ഷ്യം വഹിച്ചവരെ, ഷഹാദത്ത് പ്രഖ്യാപിച്ചവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഫഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായിട്ടും ഈ ഖുർആൻ ഉണ്ടല്ലോ, ഇത് സബബുൻ തറഫുഹു ബിയദില്ലാഹി വതറഫുഹു ബിഐദീകും ഫതമസ്സകൂ ബിഹി. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പ്രവാചകന്റെ വചനമാണിത്. ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ടില്ലേ എന്ന് റസൂലുള്ളാഹിന്റെ ചോദ്യം. നമ്മളൊക്കെ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ, നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ. ഇത്ര കക്ഷികളുണ്ടെങ്കിലും 1,900 സംഘടനകളും കക്ഷിത്വങ്ങളുമായിട്ട് നടക്കുന്നവരെല്ലാരും പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. ശരി, അവരോട് റസൂലുള്ളാഹിന്റെ ചോദ്യം, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഗൗരവമേറിയ ഒരു വിഷയമാണ് അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ ഫഇന്ന ഹാദൽ ഖുർആൻ, എന്നാൽ നിങ്ങളുടെ കൈവശമുള്ള ഖുർആൻ ഉണ്ടല്ലോ, ഇത് സബബുൻ, ഇതൊരു കയറാണ്, ഇതൊരു പാർശ്വമാണ്. ഇതിന്റെ ഒരറ്റമുള്ളത് അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. മറ്റേ അറ്റം നിങ്ങളുടെ കരങ്ങളിലാണ്. അള്ളാഹുവിന്റെ ഹബിലാണിത്, അള്ളാഹുവിന്റെ കയറാണിത്. അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കരങ്ങളിലാണെങ്കിൽ മറ്റേ അറ്റം മുഅ്മിനുകളെ, മുസ്ലിമുകളെ, ഷഹാദത്ത് പ്രഖ്യാപിച്ചവരെ നമ്മുടെ കരങ്ങളിലാണുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഫതമസ്സകൂ ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിക്കണേ. ഫഇന്നകും ലം തദല്ലൂ, എങ്കിലും നിങ്ങൾ വഴി പിഴച്ചു പോവില്ല. വലം തഹ്ലികൂ ബഅദഹു അബദാ, ഒരിക്കലും നിങ്ങൾ നശിച്ചു പോവുകയുമില്ല. ഖുർആൻ അത് മുറുകെ പിടിച്ചാൽ നമ്മൾ ഒരിക്കലും നശിച്ചു പോവില്ല, അത് മുറുകെ പിടിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പരിശോധിക്കണം. ഖുർആനും നമ്മളുമായുള്ള ബന്ധം എന്ത് എന്ന് പരിശോധിക്കണം. അള്ളാഹുവിന്റെ കൈകളിൽ, കരങ്ങളിൽ ഒരറ്റവും മറ്റേ അറ്റം നമ്മിലേക്ക് താഴ്ത്തിയിട്ട് തന്നിട്ട് അത് പിടിക്കാൻ, അത് മുറുകെ പിടിക്കാൻ, അത് പിടിച്ചുകൊണ്ട് അവനിലേക്ക് അടുക്കാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും ഞാനും നിങ്ങളും തയ്യാറാവുന്നുണ്ടോ പരിശോധിക്കണം. ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ഉൾക്കൊള്ളാൻ, ഖുർആൻ വായിക്കാൻ, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഖുർആനിന്റെ അഹ്ലികാരാവാൻ, ഖുർആനുമായി ബന്ധപ്പെടാൻ. അള്ളാഹുവിന്റെ ഹബിലാണത്, അള്ളാഹുവിന്റെ പാർശ്വമാണത്. അവനിലേക്ക് എത്താൻ, സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗമായിട്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നീട്ടിത്തന്നതാണിത്. പിടിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? വേറെ ആരെയും കുറ്റം പറയാനില്ല, വേറെ ആരെ കുറിച്ചിട്ടല്ല പരാമർശം. എന്നെയും നിങ്ങളെയും, സ്വന്തത്തെ കുറിച്ച് നമ്മൾ ചോദിക്കാം. ആ ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? നമ്മുടെ സുരക്ഷയാണത്, നമ്മുടെ നജാത്താണത്, നമ്മുടെ ഇസ്മത്താണത്. ആ ഖുർആന്റെ അഹ്ലുകാരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, കാര്യങ്ങൾ ഈ രൂപത്തിലൊക്കെയാണ് എങ്കിലും പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഹബിലുള്ളയല്ലാതെ, ഖുർആനും പ്രവാചകചര്യയും മുറുകെ പിടിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചതെങ്കിലും വ്യത്യസ്ത കക്ഷികളും കക്ഷിത്വങ്ങളുമൊക്കെ ഉടലെടുക്കുന്നത് ഇതിൽ നിന്നും വ്യതിരിക്തമായ മാർഗങ്ങൾ തേടിപ്പോകുമ്പോഴാണ്. നമ്മുടെ കേരളത്തിൽ പോലും നമുക്കറിയാം, ഏതാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ ഖുർആൻ പഠിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത്. ഖുർആൻ മാത്രമല്ല, ഖുർആനിൽ നിന്നും അതിവിദൂരമായി മുസ്ലിം സമുദായം ഭിന്നിച്ചു പോയ പല സന്ദർഭങ്ങളിലുമുണ്ട്. ഒന്ന് കാല് വെച്ച് കുത്തി വീഴാൻ പോകുമ്പോഴെപ്പോഴും എൻ്റെ ബദിരീങ്ങളെ കാക്കണേ എന്ന് വിളിച്ച ഒരു കാലഘട്ടം നമ്മുടെ പൂർവികർക്ക് ഇന്ന് വളരെ വിരളമാണത്. ഇന്ന് നമുക്ക് വ്യാപകമായിട്ടത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു മുസ്ലിം സമുദായം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കൂ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ഖുർആനിന്റെ ആയത്തുകൾ അറിയാതെ
ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ അറിയാതെ, ഖുർആനിന്റെ ആദർശങ്ങൾ അറിയാതെ, ഖുർആനിൽ വഴിമാറി സഞ്ചരിച്ച് ബദരീങ്ങളെയും മുഹദ്ദീങ്ങളെയും സ്വഹാബത്തിനെയും മൗലിയാക്കളെയും തങ്ങന്മാരെയും ഹോജമാരെയും ഷെയ്ഖുമാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ രൂപത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാൻ കഴിയും. ഭൗതിക ചികിത്സയോട് തീർത്തും വഴിമാറി സഞ്ചരിച്ച ഒരു വിഭാഗം ആളുകൾ, പ്രസവിക്കുന്ന സമയത്ത് പോലും പിഞ്ഞാണം എഴുതി കുടിച്ചും വെറ്റില എഴുതി കുടിച്ചും അതുപോലെ തന്നെ നഫീസത്തുമാല ചൊല്ലിയും ബദറുമാല ചൊല്ലിയും ഒക്കെ പ്രസവം നടത്തിയിരുന്ന ഒരു വിഭാഗം ആളുകൾ. അവരോട് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തത് നമ്മളാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, ഈ തൗഹീദിന്റെ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. ഖുർആൻ പഠിക്കരുതെന്നും ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകുമെന്നും ഖുർആനിന്റെ ആദർശം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നും ഖുർആൻ ബോർഡിൽ പോലും എഴുതരുത് എന്നൊക്കെ അതിന്റെ ചോക്കുപൊടി താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ ഖുർആനിൽ നിന്നും അകറ്റി പകരം മാലകളും മൗലിദുകളിലും മനുഷ്യര് പക്ഷിപ്പാട്ടുകളിലുമൊക്കെ മുസ്ലിം സമുദായത്തെ അടയിരുത്തിയ ഒരു കാലഘട്ടം അതിവിദൂരമല്ല, വർഷങ്ങൾക്ക് മുമ്പിലാണ്. അത്തരം ഒരു കാലഘട്ടങ്ങളിൽ നിന്നുമൊക്കെ ഖുർആനിന്റെ തണലുകളിലേക്ക് നമ്മളാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. മുസ്ലിം സമുദായത്തെ നമ്മുടെ പൂർവികരാണ് കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മുടെ മാഹാത്മ്യം സൂചിപ്പിക്കുന്നതിനല്ല, നമ്മൾ ഇപ്പൊ എവിടെയാണ് എന്നൊരു ആലോചന ഉണ്ടാവണം. നമ്മുടെ നാടുകളിൽ, നമ്മുടെ മഹല്ലുകളിലൊക്കെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സമീപനം എന്താണ്? അത്തരം സംരംഭങ്ങളിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ഖുർആനിനോട് കൂടുതൽ അടുക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ? ആ ഖുർആനിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതിൽ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കുക. ആ ഹബിലുള്ള മുറുകെ പിടിക്കുക എന്നതല്ലാതെ കക്ഷിത്വത്തിന് ഭിന്നിപ്പിന് മറ്റൊരു പരിഹാരമില്ല എന്ന് തിരിച്ചറിയുകയും ഖുർആനിലേക്ക്, ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് മുന്നോട്ട് വരികയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.